നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കോളിയുടെ പുതിയ ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ മുകളിലെ സെക്ഷനാണിത്. ഡയമണ്ട് സെക്ഷനിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡയമണ്ട് സെക്ഷനിലുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ചോദ്യം ചോദിച്ച് അവർക്ക് നമ്മൾ സമ്മാനം കൊടുത്ത് പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ കണ്ണൂർ ഷോറൂമിൽ ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കോളിയുടെ പുതിയ അധ്യായത്തിൽ വളരെ ചെറിയ ചോദ്യമാണ്. സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ സമ്മാനം കൊടുത്തേ പോകും. നമ്മൾ ആരും പറഞ്ഞില്ലെങ്കിൽ പരമാവധി എത്രത്തോളം ക്ലൂ കൊടുത്ത് അല്ലെങ്കിൽ ഉത്തരം പറയിപ്പിച്ചിട്ട് സമ്മാനം കൊടുത്തിട്ട് നമ്മളോട് പോകും. ഇവിടുത്തെ സമ്മാനം എടുത്ത് നമ്മൾ പുറത്തോട്ട് പോകില്ല. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് ആദ്യം നമസ്കാരം സാർ. ഇരുന്നൂറ് നോക്ക്. സാറിൻ്റെ പേര്? സുരേഷ്. സുരേഷ് ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? ഞാൻ തളിപ്പറമ്പിൽ പട്ടുവം ടൗണിൽ തന്നെ. പട്ടുവം ചെറിയൊരു വില്ലേജാണ്, പഞ്ചായത്ത്. അല്ല, ശരിക്കും ഇതിൻ്റെ പട്ടുവം എന്ന് പറയും. ശരിക്കും പട്ടുവം പഞ്ചായത്ത്. പട്ടുവം പഞ്ചായത്താണ്. മോൻ്റെ പേര്? സാത്വിക്. ഇനി എത്ര സാറിനോട്ട് ഇനി? ഇനി +1 ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു SLC കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. ഓക്കെ. ഏറ്റവും പിന്നെ ഇനി ഏത് വിഷയം എടുക്കാൻ വേണ്ടി പോകുന്നത് പഠിക്കാൻ? സയൻസാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഇത്തവണത്തെ പിന്നെ +2 ഫലം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടായതും സയൻസിലാണ്. സയൻസിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. കാരണം കുട്ടികളൊക്കെ സയൻസിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. സാർ ജോലി? ഞാൻ ബാങ്കിലാണ്, സ്റ്റേറ്റ് ബാങ്കിലാണ്. ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണേ. ചെറിയൊരു ചോദ്യമാണ്. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമുണ്ട്. ചോദ്യം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഒരക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കഴിക്കാൻ ഉപയോഗിക്കും. എന്താണ്? ഫണ്ണി ക്വസ്റ്റ്യനാണ്. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഒരക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കഴിക്കാൻ ഉപയോഗിക്കും. അറിയില്ല. ഓക്കെ സാർ, കാണാം. ഓക്കെ കേട്ടാ. പേര്? രശ്മി. സ്ഥലം? പട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ്. സെയിം ഫാമിലിയാണ്. ഓക്കെ. മോളുടെ പേര്? അനിക. ഇനി എത്ര ക്ലാസ്സിലോട്ട്? ഇനി 8 ചേട്ടൻ +1 അനിയത്തി 8. ചേട്ടൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരെന്താ? മൂത്തടുത്ത്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര്? ഇനി മൂത്തടുത്തേക്ക് മാറി. അപ്പോൾ 7ാം ക്ലാസ്സിൽ ഏത് സ്കൂളിൽ പഠിച്ചേ? സെന്റ് പോൾസ്. പാടുന്ന മൂത്തടുത്ത്. അവിടെ എത്ര സ്റ്റാൻഡേർഡ് വരെ ഉണ്ട്? അവിടെ 10th വരെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് പിന്നെ 8ൽ ഇങ്ങോട്ട് മാറുന്നത്? കേരള സിലബസ് ആണെന്ന്. എന്താണ് ലക്ഷ്യം? പഠിച്ചിട്ട് ഏത് മേഖലയിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? മെഡിക്കൽ ഫീൽഡ്. എല്ലാവരും മെഡിക്കൽ ഫീൽഡാണ്. കാരണം വെച്ചാൽ ഇന്നിനി ഏറ്റവും കൂടുതൽ സ്കോപ്പ്. കാരണം നമുക്ക് ഓരോ വർഷം കഴിയുന്നവർ പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൻ്റെ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള സംഭവം ആണ് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ആർക്ക് വേണ്ടിയാ പർച്ചേസിങ്? അങ്ങനെയൊന്നുമില്ല, സ്കൂളൊക്കെ തുറക്കല്ലേ. അപ്പം ഗോൾഡ് സ്കീം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞു, ക്ലോസിംഗ് ആണ് അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ചെറിയ ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. ഞാൻ ഇവിടെ പിന്നെ ഹസ്ബൻഡോടും മകനോടും ചോദിച്ച അതേ ചോദ്യം അതേ ഫാമിലിയിലെ നമ്മൾ ജെൻസിനോട് ചോദിച്ചു, ഇപ്പോൾ ലേഡീസോട് ചോദിക്കാൻ പോകുന്നു. അതേ ചോദ്യം, സെയിം ചോദ്യം. അതായത് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കഴിക്കാൻ ഉപയോഗിക്കും. എന്താ? ഇവിടെയും അതേ ആൻസർ. ഇവിടെ എന്തോ കിട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ ഒന്ന് തിരിഞ്ഞേ, ഒന്ന് തിരിഞ്ഞു. അടുത്ത പോലെ. മേഡത്തിന്റെ പേര്? നിഷ. ഉഷയല്ലല്ലോ. നിഷയാണ് ജിഷയാണോ? നീ. നദിയുടെ അതിനെ ഉദ്ദേശിക്കുന്നത്. ശരി. എവിടെ സ്ഥലം? മട്ടന്നൂര്. എവിടെ? ദേവർഗാഡ്. അത് മട്ടന്നൂർ എവിടെ? പെരിഞ്ചേരി അമ്പലം. അത് മട്ടന്നൂരിൽ നിന്ന് പിന്നെ ഏത് റൂട്ടേക്കാണ് പോകണ്ടേ? നമ്മൾ കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ തലശ്ശേരി കൂത്തുപറമ്പ് റൂട്ട്. അവിടുന്ന് മട്ടന്നൂർ എത്ര ദൂരമുണ്ട്? 3 കിലോമീറ്റർ നേരെ തലശ്ശേരി റോട്ടിലേക്ക്. പിന്നെ റോഡ് വലത്തോട്ട് അടുത്തോട്ട് മാറണ്ട. ഉരുവച്ചാലിൽ നിന്ന് മണക്കായി റൂട്ടിലോട്ട്. നിങ്ങൾ ഇപ്പം എങ്ങനെ ഇവിടെ വന്നത്? അത് പറയും. ഏത് റൂട്ടിലോട്ട് വന്നത്? ഇപ്പം നിങ്ങൾ ഏത് റൂട്ടിലോട്ട് ഇവിടെ എത്തിയത്? മട്ടന്നൂർ കണ്ണൂർ നേരെ ഇവിടെ നിന്നു. പോകുമ്പോൾ അതേ റൂട്ട് തന്നെയാണ് പോകുന്നത്. ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, പ്രശ്നമൊന്നുമില്ല. ബ്ലോക്കുണ്ട്, മഴയൊക്കെയല്ലേ. ഓക്കെ. ചേട്ടൻ്റെ പേര്? സുരേഷ്. ചേട്ടൻ ജോലി? പെയിന്റിംഗ് ആണ്. മേഡം ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? എന്താണ്? മാരുതിയിൽ എന്തായിട്ട്? മാരുതി ഷോറൂമിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? സർവീസ് സെന്റർ. ഇന്ന് ഡ്യൂട്ടി ഇല്ല ഇവിടെ? ഇന്ന് ലീവ്. ഇന്ന് ചെമ്മന്നൂർ ഇന്റർനാഷണലിലേക്ക് വരേണ്ടതുകൊണ്ട് ഇന്ന് ലീവ് അല്ലേ?
ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയല്ലേ ഇങ്ങോട്ട് ആണോ? രണ്ടു മാത്രമേ വന്നുള്ളൂ? കാണ്ടാളെ കണ്ടില്ലേ? അത് കാണ്ടാൾ ആരായിരുന്നു? മേഡം അവിടെ ഉണ്ട് അല്ലേ? ശരി, അപ്പോൾ ചെറിയ ചോദ്യമാണ്. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പല പേരിലറിയും, പല കമ്പനിയുടെ പേരിൽ പറയാറുണ്ട്. പല കമ്പനി പേരിൽ അറിയപ്പെടുന്നതാണ്, വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കും. ഈ കഴിക്കുന്നതും പല പേരിൽ അറിയപ്പെടും, ഈ പിന്നെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതും പല പേരിൽ അറിയപ്പെടും. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുണ്ട്, കഴിക്കുന്നത് പുറത്തുനിന്നാണ് കൂടുതലും കഴിക്കുന്നത്. ഒരാൾ ചെവിയിൽ ആരും കേൾക്കാണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്. അല്ല നോക്കട്ടെ ഇങ്ങോട്ട് വന്നേ വാ. ഒരു മിനിറ്റ്. പേര് വന്നേ. കവിത എഴുതാറുണ്ടോ? കവിത ചൊല്ലാറുണ്ടോ? ആരുടെ കവിത ചൊല്ലൂ? ഇടയ്ക്ക് ചൊല്ലുന്ന കവിത ആരുടേതാണ്? ആരുടെയും കവിത ഉണ്ടെങ്കിൽ കവിത ഇടയ്ക്കിടയ്ക്ക് ചൊല്ലൂ, അത്രേ ഉള്ളൂ. നമുക്ക് താമസിക്കുന്ന ഇവിടെ വലിയ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കസ്റ്റമറാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പം അതായത് നമുക്കൊരു കസ്റ്റമർ ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമ്മൾ ചെവിയിലും പോയിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെവിയിൽ പറഞ്ഞു കൊടുത്താണ്. എന്താ പറഞ്ഞു നോക്കാം. ചോദ്യമാണ്, വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണ്, പല പേരിൽ അറിയപ്പെടുന്നു, വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഒരു അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കഴിക്കാൻ ഉപയോഗിക്കും. കഴിക്കുന്നതും പല പേരിലും അറിയപ്പെടും. വൃത്തിയാക്കുന്നത് വീട്ടിലുണ്ട്, കഴിക്കുന്നത് കൂടുതലും പുറത്താണ്. എന്താണ് ചെവിയിൽ പറഞ്ഞു കൊടുത്തത്? എന്തോ ചെവി പറഞ്ഞു കൊടുത്തെന്നറിയാം? പഞ്ഞി. അത് മൂക്കിൽ വെക്കുന്ന സാധനം. പഞ്ഞി ഈ അല്ല, പഞ്ഞിയും കഞ്ഞിയാക്കി മാറ്റിയാട്ടോ. പഞ്ഞിയും കഞ്ഞിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ല റൂട്ട് സഞ്ചരിച്ചത്. അടുത്ത ചോദ്യമാക്കി മാറ്റാം. ഓക്കെ സാർ, താങ്ക് യു. കാണാം. പഞ്ഞി ഓക്കെ, ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമ്മുടെ അടുത്ത ടീമോട് ചോദിക്കുക. ചോദ്യമാണ്, വൃത്തിയാക്കാൻ പല പേരിൽ അറിയപ്പെടുന്ന, വൃത്തിയാക്കാൻ പറ്റുന്നൊരു സാധനമാണ്, വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഒരക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കഴിക്കാൻ പറ്റും. ഈ കഴിക്കുന്നതും പല പേരിലും അറിയപ്പെടാറുണ്ട്. ഈ കഴിക്കുന്ന കൂടെ നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിച്ച് കഴിക്കാറ്. ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടാവും. 90% നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന സാധനമാണ്. ഓക്കെ, നമസ്കാരം. മേഡത്തിൻ്റെ പേര്? ഷഹർബാനു. എവിടെ സ്ഥലം? അഴീക്കോട്. ഏത് ഭാഗത്താ? അഴീക്കോട്. പിന്നെ അവിടെ ഒരുപാട് പാറയല്ലോ അല്ലേ? മയിലാടത്തടം. ഈ മയിലാടത്തടം എന്ന് പേര് വരാൻ കാരണം എന്താണ്? ശരി, അതാണ്. പണ്ട് ഇങ്ങനെ കണ്ണൂർ വഴി ചുറ്റിക്കറങ്ങി വന്ന ഒരു മയില് ആടെ പോയിട്ട് ഇങ്ങനെ പീലി വിടർത്തി ആടി. അതുകൊണ്ടാണ് അതിന് മയിലാടത്തടം എന്ന് പേര് വരാൻ കാരണം. അങ്ങനെയും പറയാം. സത്യം എന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ടുള്ള അങ്ങനെ പറഞ്ഞല്ലേ. കാരണം പഴയ പല പേരുകളും പണ്ട് കാലങ്ങളുണ്ട്. അതിനകത്ത് ശോഷിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മയിലാടത്തടത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ? ഇവിടെ ചെമ്മന്നൂരിൽ വർക്ക് ചെയ്യാണ്. എത്ര വർഷമായി? 13. അപ്പം കൂടുതൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒക്കെ എവിടെയുള്ള ആൾക്കാരാണ്? നാട്ടിൽ തന്നെയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ മാസം വെക്കുന്ന പൈസ എത്രയും വെക്കാലോ അല്ലേ? എത്രയും വെക്കാം. ഏറ്റവും ചെറുത് എത്രയാ? ചെറിയത് 500ആണ്. കാരണം ഞാനും ഇതിലൊരു പങ്കാളിയാണ്. അതുകൊണ്ടാണ് ഞാനും ഇവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സംഭവത്തിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാൽ എത്രയാണെന്നുള്ള കാര്യം, ഞാൻ എത്ര വെക്കുന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറയുന്നില്ല. അത് സീക്രട്ടായിട്ട് ഇരിക്കട്ടെ. അപ്പം അവിടെയൊക്കെ ചോദിച്ചാൽ അതേ ചോദ്യമാണ്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പാത്രമായാലും വസ്ത്രമായാലും ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. പക്ഷേ ഇപ്പം നമ്മളെ പുരുഷന്മാർ പ്രത്യേകിച്ചിട്ട് പിന്നെ ഒറ്റക്കലം താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഈ പറഞ്ഞ തുണി വൃത്തിയാക്കലും പാത്രം വൃത്തിയാക്കലൊക്കെ നമ്മൾ പുരുഷന്മാരും ചെയ്യാറുണ്ട്. എൻ്റെ ചോദ്യം, വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം, അത് പല പേരിലും അറിയപ്പെടുന്നതാണ്. പല പേരിലും പല നിറത്തിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. പക്ഷെ കോമൺ ആയിട്ടൊരു പേരുണ്ട്. ആ പേരിൻ്റെ ആ സാധനത്തിൻ്റെ ഒരക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ പല പേരിലും അറിയപ്പെടുന്ന കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനമായിട്ട് മാറും. ഈ ഭക്ഷണ സാധനം 90% പുറത്തു നിന്നാണ് വാങ്ങിക്കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാക്കും, നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാൽ പുറത്തുനിന്നാണ് ഇത് വാങ്ങിക്കഴിക്കുന്നത്. എന്താണ്? വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഒരക്ഷരം മാറ്റിയാൽ കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഒരു മിനിറ്റ്. ഒരാൾ അപ്പുറത്ത് ഞാൻ പറയാം, അപ്പം ഇപ്പുറത്ത് പറയും നീ പറയും. അപ്പം ഞാൻ പറയാം നീ പറയാം. മണ്ണെണ്ണ പുണ്ണാക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. മേടിട്ട് അറിയോ? വീട് വൃത്തിയാക്കൽ എന്ന് പറയുമ്പം
ഞാൻ വീട് വൃത്തിയാക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ വൃത്തിയാക്കിയെന്ന് പറഞ്ഞു. വീട് വൃത്തിയാക്കി ഞാൻ പറഞ്ഞിട്ടില്ല. വീടോ തുണിയോ എന്തോ ആയിക്കോട്ടെ, വൃത്തിയാക്കുന്ന ഞാൻ പറയുള്ളൂ. പറ്റില്ല. അപ്പം മൈക്ക് പാസ് ചെയ്യട്ടെ? പാസ് ചെയ്യണ്ട, വേണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ വൃത്തിയാക്കുന്ന സാധനം? നിങ്ങളുടെ വീട്ടിലുണ്ട്? ആ, ഭക്ഷണ സാധനം ചിലപ്പോൾ ഈ കഴിക്കുന്ന സാധനം നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും. കഴിക്കുന്ന സാധനം ആലോചിച്ച് വായിൽ വെള്ളർക്കിക്കൊണ്ടിരിക്കുക. എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞില്ലല്ലോ, കുറച്ച് നീട്ടി പറഞ്ഞില്ലല്ലോ. ചൂലേ എന്ന് പറഞ്ഞില്ലല്ലോ. ആ, ചൂല് നമ്മുടെ നാട്ടിൽ മാച്ചിൽ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഹലോ ടെസ്റ്റ് ചെക്കിംഗ്. ഹലോ. അങ്ങനെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഉത്തരം ചൂല്. ചൂലാണെങ്കിൽ അതിൻ്റെ ഏത് അക്ഷരം മാറ്റിയാലാണ് കഴിക്കാൻ പറ്റുക? ഒന്ന് പറയൂ. എവിടെയോ എന്തോ ചെറിയൊരു തകരാറുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നോക്കട്ടെ. ഓക്കെ, നോക്കാം. ഇവിടെ ഒരാൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം സൗരുടെ പേര് റാനിയ. എവിടെ സ്ഥലം? കോട്ടക്കുന്ന്. എന്ത് റാനിയ എന്നാണ് പേര്? റാനിയ കെ. വീട്ടുപേര് കടവൻ. അത് ഈ പറയുന്ന സ്ഥലത്തിന്റെ പേരെന്താ? താമസിക്കുന്നത് കോട്ടക്കുന്ന്. നമ്മൾ അത്താഴക്കുന്ന്, കോട്ടക്കുന്ന്, കാട്ടാമ്പള്ളി, കോട്ടക്കുന്ന്. യെസ്, ഓക്കെ. എന്താ പറയാ, ഒരു മിനിറ്റ്. മാച്ചില്, കാച്ചിൽ, ഏതെല്ലോ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ആ, പിന്നെ എന്ത് ചെയ്യുന്നു? ഭാവിയുടെ പേരെന്താ? ഭാവിയുടെ പേര് ഒസിൽ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഒസിൽ? പ്രിൻസ്, രാജാവ്, രാജകുമാരൻ. ഓക്കെ. കൂടെ ആരാ വന്നിരിക്കുന്നത്? ആ, വാ. മേഡത്തിൻ്റെ പേര് പറയൂ. മുഫീദ. ഓക്കെ. ചോദ്യം ചോദിക്കുന്നതിന് മുൻപ്, വൃത്തിയാക്കുന്ന ഈ സാധനം എത്ര എണ്ണം ഉണ്ട് വീട്ടിൽ? ആവശ്യത്തിനുണ്ട്. ഏതാ കമ്പനി? അങ്ങനെയൊന്നുമില്ല. ഏതാ നിറം? ഗ്രീനാണ്. ശരി. എന്തായാലും ഉത്തരം ശരിയാവട്ടെ. ചോദ്യം ഇതാണ്. അതായത് വൃത്തിയാക്കാൻ, ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് വൃത്തിയാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഒരക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ കഴിക്കാൻ പറ്റും. ഇത് കഴിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ പുറത്തു നിന്നാണ്. വീട്ടിൽ നിന്നുണ്ടായി കഴിക്കുന്നവരുണ്ടാവും. ഇത് ചൂടോടെ കഴിക്കണം, എന്നാലേ ഇതിൻ്റെ ഗുണമുള്ളൂ. ചൂടോടെ കഴിക്കണം, എന്നാലേ ഇതിൻ്റെ ഗുണമുള്ളൂ. തണിഞ്ഞു പോയാൽ ഇച്ചിരി ഒരു രസം ഉണ്ടാവില്ല. എങ്കിൽ എന്താണ് സംഭവം? സൂപ്പോ? വെജിറ്റേറിയൻ, ചിക്കൻ, മട്ടൺ, ഏതാ ഏറ്റവും ഇഷ്ടം? ഇത് കഴിക്കാനാ? ചിക്കൻ. വൃത്തിയാക്കുന്ന സാധനം? സോപ്പ്. ഏതക്ഷരം മാറ്റണം? സോൻ്റെ SOAP, സോപ്പ്. അതിൻ്റെ യുക്ക് പകരം പി ആക്കിയാൽ, എക്ക് പകരം യു ആക്കിയാൽ SOAP, സോപ്പ്. SOUP, സൂപ്പ്. ചിക്കൻ സൂപ്പായാലും മട്ടൺ സൂപ്പായാലും വെജിറ്റബിൾ സൂപ്പായാലും എന്ത് സൂപ്പായി കഴിഞ്ഞാലും കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കണം. സോപ്പ് പിന്നെ അത് എങ്ങനെയും കുഴപ്പമില്ല. ഞാൻ സോപ്പ് അതാണ് വൃത്തിയാക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ. കുളിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം സമ്മാനം കിട്ടിയാണ്. അന്നേരം കിട്ടും. കുളിക്കാൻ ഉപയോഗിക്കുന്ന ഓൺ സ്പോട്ടിൽ കിട്ടും. അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഉത്തരം സോപ്പുമാണ്. എന്താ പേര് പറഞ്ഞേ? റാനിയാണ്. പിന്നെ കോട്ടക്കുന്ന് താമസിക്കുന്നു. റാനിയക്കുള്ള സമ്മാനം. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനമുണ്ട്. കൂടാതെ നമ്മുടെ ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ. അപ്പോൾ എന്തായാലും മഴയാണ്. ചൂടോടുകൂടി നല്ല ചിക്കൻ സൂപ്പോ മട്ടൺ സൂപ്പോ വെജിറ്റബിൾ സൂപ്പോ ഏത് എന്താ പറയുക ഫ്ലേവറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കുക. കാരണം സൂപ്പ് നല്ലതാണ്, ആരോഗ്യം നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും നേരെ ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ഇറങ്ങിയിട്ട് ഒരു അടിപൊളി സൂപ്പ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ.